കേരള ഓട്ടോമൊബൈൽ ടെക് ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓട്ടോമൊബൈൽ സംബന്ധമായിട്ടുള്ള വീഡിയോസുകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എഞ്ചിനുമായി ബന്ധപ്പെട്ടുള്ളതാണ്, അതായത് നമ്മുടെ വാഹനങ്ങളിൽ എഞ്ചിനുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വാഹനങ്ങളിലെ എഞ്ചിനുമായി ബന്ധപ്പെട്ട് രണ്ട് ടൈപ്പിലുള്ള എഞ്ചിനുകളാണ് ഉള്ളത്. ഒന്ന് SI എഞ്ചിനും രണ്ട് CI എഞ്ചിനും. അപ്പോൾ ഈ രണ്ട് എഞ്ചിനും എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഓട്ടോമൊബൈൽ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാർക്ക് പോലും ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് SI എഞ്ചിൻ എന്താണ്, CI എഞ്ചിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാകണമെന്നില്ല. ഓക്കെ, ഈ ഒരു വാക്ക് ചിലപ്പോൾ അവർക്ക് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ അവർക്ക് തീർച്ചയായും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ ഈ ഒരു വീഡിയോ തീർച്ചയായും ഉപകാരപ്രദമാകും. ഓക്കെ, അപ്പോൾ SI എഞ്ചിൻ എന്താണ്, CI എഞ്ചിൻ എന്താണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനു മുമ്പ് ഇതിൻ്റെ ഡെഫിനിഷൻ ഇതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഫോം പറഞ്ഞു തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശമുള്ളവർക്ക് അത് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ കാര്യമെന്നുള്ളത്. അപ്പോൾ SI എഞ്ചിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ എന്നാണ് ഇതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. സ്പാർക്ക് ഇഗ്നിഷൻ. ഓക്കെ, CI എഞ്ചിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കംപ്രഷൻ ഇഗ്നിഷൻ. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഏകദേശം മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നത് എന്താണ് SI എഞ്ചിൻ എന്നും CI എഞ്ചിൻ എന്നുള്ളത്. ജസ്റ്റ് ഞാനൊന്ന് കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ പിസ്റ്റൺ വർക്ക് ചെയ്യുന്നത് ഒരു സിലിണ്ടറിനകത്താണ്. ഓക്കെ, ഒരു സിലിണ്ടറിനകത്താണ്. ഒരു സിലിണ്ടർ അല്ല, 4 സിലിണ്ടറുള്ള എഞ്ചിൻ ഉണ്ടാവും, 6 സിലിണ്ടറുള്ള എഞ്ചിൻ ഉണ്ടാവും, 1 സിലിണ്ടറുള്ള, 2 സിലിണ്ടർ, അങ്ങനെ പലതരത്തിലുള്ള എഞ്ചിൻ സിലിണ്ടറുകളും ഉണ്ടാവും. 1, 2, 3, 4 ഒക്കെ ഉള്ളതുണ്ട്. അപ്പോൾ അതിൽ കൂടുതലുമുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് നോക്കാൻ പോകുന്നത് ഈ ഒരു SI എഞ്ചിന് CI എഞ്ചിൻ എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സിലിണ്ടറിനകത്ത് ഒരു പിസ്റ്റൺ ഉണ്ടാവും. ഓക്കെ, ഇതാണ് പിസ്റ്റൺ എന്ന് വിചാരിച്ചു. ഓക്കെ, ഈ പിസ്റ്റൺ താഴെ നിന്ന് മുകളിലോട്ട്, പിസ്റ്റൺ താഴെ വരുമ്പോഴത്തേക്കും അതിനെ BDC എന്നും മുകളിൽ വരുമ്പോഴത്തേക്കും അത് TDC എന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ ഒരു പിസ്റ്റൺ താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെ വരുന്ന എയർ മൊത്തം, ഇതിൻ്റെ അകത്ത് ഈ സിലിണ്ടറിനകത്ത് കയറിയിരിക്കുന്ന എയർ മൊത്തം കംപ്രസ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഈ മുകൾ ഭാഗത്തെത്തുമ്പോൾ പിസ്റ്റൺ TDCയിലേക്ക് എത്താറാകുമ്പോഴത്തേക്കും ഇവിടെയുള്ള എയറുകൾ മൊത്തം താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും കംപ്രസ് ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ എയറുകൾ മൊത്തം നല്ല കംപ്രഷനായിട്ടിരിക്കും, നല്ല പ്രഷറിലായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രഷറിലിരിക്കുന്ന ഇതിലേക്ക് നമ്മുടെ ഇന്ധനം കൂടി കയറ്റി വിടും. അത് പെട്രോൾ ആവാം, ഡീസലാവാം, ഗ്യാസ് ആവാം. അപ്പോൾ പെട്രോളോ ഡീസലോ ഗ്യാസോ ഇതിലൂടെ മിക്സ് ആകുമ്പോഴത്തേക്കും അപ്പോൾ ഇതിലുണ്ടായിരിക്കുന്ന ഇന്ധനം, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെട്രോൾ ആവാം, ഡീസൽ ആവാം, ഗ്യാസ് ആവാം. ആ ഇന്ധനം കത്തിക്കുന്നതിന് വേണ്ടി ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ സഹായത്തോടു കൂടി ഒരു സ്പാർക്ക് കൊടുത്തുകൊണ്ടാണ് ഇവിടുത്തെ ഇന്ധനം കത്തിക്കുന്നത് എങ്കിൽ അത്തരം എഞ്ചിനെ SI എഞ്ചിൻ എന്ന് പറയുന്നു, അതായത് സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ എന്ന് പറയുന്നു. ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ സഹായത്തോടു കൂടി, എക്സ്റ്റേണലായിട്ട് ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ സഹായത്തോടു കൂടി ഒരു സ്പാർക്ക് കൊടുത്തുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ള ഫ്യൂവൽ കത്തിക്കുന്നതിനെ SI എഞ്ചിൻ അല്ലെങ്കിൽ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ എന്ന് പറയുന്നു. അപ്പോൾ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ്റെ ഒരു എക്സാമ്പിളാണ് പെട്രോൾ എഞ്ചിൻ, ഗ്യാസ് എഞ്ചിൻ. ഇതൊക്കെ SI എഞ്ചിൻ്റെ ഒരു ഉദാഹരണമാണ്. ഓക്കെ, ഇനി രണ്ടാമത് നമുക്ക് CI എഞ്ചിൻ എന്താണെന്ന് നോക്കാം. CI എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇതും ഇതേപോലെ തന്നെ പിസ്റ്റൺ BDC നിന്ന് TDCയിലേക്ക് പോകുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള എയർ മൊത്തം കംപ്രഷൻ ചെയ്ത് നല്ല രീതിയിൽ കംപ്രഷൻ ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ ഒരു കംപ്രഷൻ ആയിരിക്കുന്ന ഭാഗത്തോട്ട് ഒരു ഫ്യൂവൽ കടത്തിവിടുമ്പോഴത്തേക്കും ഈ ഒരു ഫ്യൂവൽ കത്തുന്നതിന് വേണ്ടി, ഈ ഒരു ഫ്യൂവൽ കത്തിയാൽ മാത്രമേ ഇവിടെ നിന്ന് പ്രഷർ കിട്ടുകയുള്ളൂ, എന്നൊരു സ്ഫോടനം കിട്ടിയിട്ട് ആ എഞ്ചിന് വേണ്ട പവർ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഇന്ധനം കത്തുന്നതിന് വേണ്ടി ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ, ഒരു എക്സ്റ്റേണലായിട്ട് ഒന്നിൻ്റെ ആവശ്യമില്ലാതെ ഈ ഒരു കംപ്രഷൻ്റെ ഫലമായി തന്നെ എഞ്ചിനകത്തുള്ള ഫ്യൂവൽ കത്തുകയാണെങ്കിൽ, ഈ ഒരു കംപ്രഷൻ ചാമ്പിനകത്തുള്ള ഫ്യൂവൽ കത്തുകയാണെങ്കിൽ അതിനെ CI എഞ്ചിൻ അഥവാ കംപ്രഷൻ എഞ്ചിൻ എന്ന് പറയുന്നു, കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ എന്ന് പറയുന്നു. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഡീസൽ എഞ്ചിൻ ഒരു CI എഞ്ചിനാണ്. ഓക്കെ, കംപ്രഷൻ്റെ സഹായത്തോടു കൂടി സ്പാർക്ക് പ്ലഗിൻ്റെ സഹായമില്ലാതെ കത്തുന്നത് കൊണ്ട് തന്നെ, ഇന്ധനം കത്തുന്നത് കൊണ്ട് തന്നെ അത്തരം CI എഞ്ചിനുള്ള ഉദാഹരണം എന്ന് പറയുന്നത് ഡീസൽ എഞ്ചിനാണ്. അപ്പോൾ ഈ ഒരു സ്പാർക്ക് ഇഗ്നിഷൻ ആയിരുന്നാലും ശരി, CI ഇഗ്നിഷൻ ആയിരുന്നാലും ശരി, അത് കത്തുന്നത് നമ്മുടെ ഈ ഒരു കംപ്രഷൻ ചാമ്പറിലാണ്. കംപ്രഷൻ ചാമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ഇതിനു മുമ്പ് നിങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നമ്മുടെ ഫ്യൂവലായിരുന്നാൽ, ഏത് ഫ്യൂവലായിരുന്നാലും ശരി, ഡീസലായിരുന്നാലും ശരി, പെട്രോൾ ആയിരുന്നാലും ശരി, ഗ്യാസ് ആയിരുന്നാലും ശരി, എന്ത് ഫ്യൂവലായിരുന്നാലും ശരി, അത് കത്തുന്നത് പിസ്റ്റൻ്റെ മുകൾ ഭാഗത്താണ്. പിസ്റ്റൻ്റെ മുകൾ ഭാഗത്ത് കംപ്രഷൻ ചാമ്പർ ഉണ്ടാവും. ഈ ഒരു എയറും ഫ്യൂവലും തമ്മിൽ മിക്സ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ചാമ്പർ ഉണ്ടാവും. ഈ ഒരു ചാമ്പറിനെയാണ്, അത് പിസ്റ്റൺ മുകൾ ഭാഗത്തുള്ള ഈ ഒരു ചാമ്പറിനെയാണ് കംപ്രഷൻ ചാമ്പർ എന്ന് പറയുന്നത്. അത് ഡീറ്റെയിൽസ് ആയിട്ട് ഒരു വീഡിയോ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ കംപ്രഷൻ ചാമ്പറിൽ കത്തുന്ന ഇന്ധനം ഏത് രീതിയിലാണ് കത്തുന്നത് അതിനെ അടിസ്ഥാനമാക്കിയാണ് SI എഞ്ചിൻ എന്നും CI എഞ്ചിൻ എന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. സ്പാർക്ക് ഇഗ്നിഷൻ്റെ സഹായത്തോടു കൂടിയാണ് കത്തുന്നതെങ്കിൽ, ഒരു സ്പാർക്ക് കൊടുത്തിട്ടാണ് കത്തുന്നതെങ്കിൽ SI എഞ്ചിൻ എന്നും, ഉദാഹരണം പെട്രോൾ എഞ്ചിൻ, ഗ്യാസ് എഞ്ചിൻ. അല്ല
സ്പാർക്ക് ഇഗ്നീഷൻ്റെ സ്പാർക്ക് പ്ലഗിൻ്റെ സഹായമില്ലാതെ ഈ ഒരു കംപ്രഷൻ്റെ സഹായത്തോട് കംപ്രഷൻ്റെ ഫലമായിട്ടാണ് ഇന്ധനം കത്തുന്നത് എങ്കിൽ അതിന് കംപ്രഷൻ ഇഗ്നീഷൻ അല്ലെങ്കിൽ CI എഞ്ചിൻ എന്ന് പറയുന്നു. ഓക്കെ, ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തരത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ വീണ്ടും കാണാം. ബൈ.